നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ്. പച്ചക്കറി മുതൽ പാലിന് വരെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ വൈദ്യുതി നിരക്ക് കൂടി വർദ്ധിപ്പിക്കാൻ പോകുന്നത്. വിജ്ഞാപനം ഉടൻ ഉണ്ടാവുമെന്നാണ് സൂചന. വിജ്ഞാപനം എപ്പോൾ എത്തിയാലും ഡിസംബർ 1 മുതൽ അല്ലെങ്കിൽ നവംബർ 1 മുതൽ അധിക നിരക്ക് ഈടാക്കാനാണ് KSEBയുടെ തീരുമാനം. ആഭ്യന്തര വൈദ്യുതോൽപാദനത്തിലെ കുറവ് മുതൽ പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതി നിരക്കിന് നൽകേണ്ട അധിക തുക, കൂടിക്കൂടി വരുന്ന പ്രവർത്തന ചെലവ്, ഇങ്ങനെ പല കാരണങ്ങൾ വൈദ്യുതി വകുപ്പിന് പറയാനുണ്ട്. പക്ഷേ അധിക നിരക്ക് നൽകേണ്ടത് സാധാരണ ജനങ്ങളാണ്. ജനങ്ങളുടെ ജീവിതഭാരമാണ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. കൂലിയും ശമ്പളവും മാത്രമാണ് കൂടാത്തത്, നമ്മുടെ വിലയും മറ്റെല്ലാത്തിനും വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വയലാറിൽ നിന്നും ശ്രീ ശശിധരനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ശശിധരൻ, നമ്മുടെ വൈദ്യുതി നിരക്ക് കൂടി വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. 10 പൈസ മുതൽ 20 പൈസ വരെ എന്നാണ് പറയുന്നത്. പക്ഷേ പലപ്പോഴും ഇതൊക്കെ വർദ്ധിപ്പിച്ചു വരുമ്പോൾ അതിൻ്റെ സ്ലാബ് നിരക്കുകളൊക്കെ കണക്കാക്കി വരുമ്പോൾ വലിയ തുകയാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ഏതു നിമിഷവും ആ വർധനവ് പ്രാബല്യത്തിൽ വരാം എന്നാണ് അറിയുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. ഇത് പറയുമ്പോൾ നമുക്ക് ഇനിയിപ്പം നമ്മൾ വന്ന എല്ലാം ശരിയാകും, LDF വന്ന എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു. ഇനി ശരിയായി ഇനി ഒന്നും അധികം ശരിയാക്കാനില്ല. ഇനി എനിക്ക് അവർക്കൊരു പുതിയ നിർദ്ദേശം കൊടുക്കാറുണ്ട്. പറയുന്നുമ്പ് തീർന്നുമ്പ് കട്ട് ചെയ്യരുത്. ഇല്ല, പറഞ്ഞോളൂ. ഇനിയിപ്പോ ഉള്ള ഒരു 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 പുതിയ മീറ്റർ കണ്ടുപിടിക്കുക. എവിടെയെങ്കിലും ജപ്പാനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ കണ്ടുപിടിച്ചിട്ട് ഇത്ര ശ്വാസോച്ഛ്വാസം നമുക്കൊരു ലിമിറ്റ് വെക്കുക, ഇത്ര യൂണിറ്റ് വരെ എന്നുള്ളത്. അതിനുശേഷം ബാക്കി വരുന്നതിന് കൂടെ ഒരു ചാർജ് ഈടാക്കാൻ ഇവർ തീരുമാനിക്കണം. എന്നാൽ മാത്രമേ ഇത് പൂർണ്ണമാകുള്ളൂ. ശരി, വൈദ്യുതി വകുപ്പിന്റെ രീതി അനുസരിച്ചാണെങ്കിൽ ആ മിഷന് കൂടി നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാം. അതെ, വെക്കണ മിഷന് കാശ് വാങ്ങാം, അതിന് ഓരോ യൂണിറ്റിനും നമുക്ക് കാശും കൊടുക്കാം. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. താങ്കൾ അത് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്കറിയാണ്, ചെറുപുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സ്കറിയ, താങ്കൾക്ക് എന്താണ്, ഇനി മറ്റൊന്നില്ലാത്തിൻ്റെയും വില കൂടുന്നു, ഇനിയിപ്പോൾ എന്തായാലും വൈദ്യുതി നിരക്ക് മാത്രമായി കൂട്ടണ്ട എന്ന് അവരും കരുതി കാണും. എല്ലാം കൂട്ടണം. നമസ്കാരമുണ്ട്. എല്ലാം കൂട്ടണം. പറഞ്ഞോളൂ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഇവിടെ ഇന്നലെ മിനിഞ്ഞാന്ത പേപ്പറിലാണെന്ന് തോന്നുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കറണ്ട് ബില്ലിന്റെ കുടിശ്ശിക 2000 ചില്ലാനാണ് 200 ചില്ലാനാണ് എഴുതി തള്ളി. പിന്നെ കഴിഞ്ഞ വർഷം നിയമസഭയിലെ ഫാൻ കിടന്ന് കറങ്ങിയിട്ടാണ് നിയമസഭാ മന്ദിരത്തിൽ തീ പിടിച്ചത്. അപ്പം ഇവിടെ പാവപ്പെട്ടവന്റെ കറണ്ട് ചാർജ് ഉപയോഗിക്കുന്നതിന് മാത്രമേ ഉള്ളൂ. ഈ മീറ്ററിന് വാടക മേടിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചു വെച്ച മീറ്ററിന് ഇവന്മാർ കാശ് മേടിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? അപ്പൊ ഈ ഗവൺമെന്റ് സ്ഥാപനത്തിൽ ആ സ്വിച്ച് ഒന്ന് ഓഫാക്കിയിട്ട് ഇവന്മാർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് എഴുതിട്ട് പോയിക്കൂടെ? അപ്പൊ അതിനൊന്നും പൈസ ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു പോസ്റ്റ് ഒടിഞ്ഞു, അതിന്റെ കോസ്റ്റാമ്പ് മാറി അടുത്ത പുതിയ പോസ്റ്റ് വെക്കാനായിട്ട് ഇവർക്ക് താല്പര്യമില്ല. ആ കോസ്റ്റാമ്പ് അവിടെ കിടക്കുന്നു, അത് പെറുക്കി എടുത്തുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ റോട്ടിൽ മനുഷ്യന് അപകട രീതിയിൽ അവിടെ കിടത്തിയിട്ട് പോവുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല്, ഇവര് ഇതിന് എല്ലാത്തിനും പൈസ മേടിക്കണം. എന്നിട്ട് ഈ എല്ലാ സ്ഥലങ്ങളിലെയും വലിയ ബൾബുകളും ഇന്ന് ഞാൻ ചെറുപുഴയാണ് താമസിക്കുന്നത്. ചെറുപുഴ 11 മണി വരെ വഴിവിളക്കുകൾ കത്തി നിൽക്കുക. ഞാനത് ഫോട്ടോ എടുത്തിട്ട് ഇടണമെന്ന് ഞാൻ ഓർത്ത. വഴിവിളക്കുകൾ കത്തി നിൽക്കുക. അപ്പൊ ഇവിടെ പാവപ്പെട്ടവനെ പിഴിയുക, ഞങ്ങളെല്ലാം ശരിയാക്കുമെന്നും പറഞ്ഞു വന്നാൽ ഇനി ആകെ ശരിയാക്കാനുള്ളത് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുകയില്ല. ആധാർ എല്ലായിടത്തും ലിങ്ക് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്തും കൂടെ ലിങ്ക് ചെയ്തിട്ട് അതിനും കൂടെ കാശ് മേടിച്ചാൽ മതി ഇവന്മാര്. അങ്ങനെ ഒരു തീരുമാനം കൂടെ ഉണ്ടാക്കട്ടെ. എന്തായാലും ശരി. എന്നാലും നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക്. വൈദ്യുതി നിരക്ക് കൂട്ടാൻ പോവുകയാണ്. ഏതു സമയവും ആ വിജ്ഞാപനം ഉണ്ടാവാം. വിജ്ഞാപനം എപ്പോഴുണ്ടായാലും ഈ മാസം മുതൽ തന്നെ അധിക വൈദ്യുതി നിരക്ക് നൽകേണ്ടി വരും എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും ജീവിതത്തിൻ്റെ ചെലവുകൾ ഇങ്ങനെ ഓരോ അറ്റത്തു നിന്ന് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനൊപ്പം വരുമാനം കൂടിയാൽ സാധാരണക്കാരായ മനുഷ്യർക്ക് സാധാരണ നിലയിലൊക്കെ ജീവിച്ച് പോകാൻ കഴിയും. നമുക്ക് കൊല്ലത്ത് നിന്ന് ശ്രീ രാജനാണ് ചേരുന്നത്. ശ്രീ രാജൻ, ഈ വൈദ്യുതി നിരക്ക് കൂടി ഇനി കൂടാൻ പോവുകയാണ്. താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ കാണുന്നത് എത്രയും പെട്ടെന്ന് ഈ CPM ഭരണം ഒന്ന് അവസാനിച്ച് കിട്ടണം. പിന്നെ UDF ഭരണത്തിൽ കയറണം. 50 പൈസ പെർ യൂണിറ്റിന് കറണ്ട് തരാമെന്ന് അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ പാവങ്ങൾക്ക് കറണ്ട് ചാർജ് കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, അവിടെ ആ പിള്ളേരുടെ കാർ ആക്സിഡന്റ് ഉണ്ടായ മരിച്ചപ്പോൾ തന്നെ പറഞ്ഞു പിണറായി വിജയൻ രാജി വെക്കണമെന്ന്. വളരെ മോശം ഭരണമാണ്. എത്രയും പെട്ടെന്ന് ഇത് ഒരു മാറണം. 50 പൈസ പെർ യൂണിറ്റിന് UDF തരും. നമ്മുടെ VD സദസ്യം പറഞ്ഞിട്ടുണ്ടത്. ശരി, ഓക്കെ. എന്തായാലും
താങ്കൾ സ്ഥിരമായി ഇങ്ങനെ തെറ്റേർ പറയുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ താങ്കളുടെ അഭിപ്രായത്തെ അത്തരത്തിൽ തന്നെ കാണുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വൈദ്യുതി നിരക്കിലെ വർധനവ് തന്നെയാണ് വിഷയം. മറ്റെല്ലാ ജീവിത ചെലവും വർദ്ധിക്കുന്നു, അതോടൊപ്പം തന്നെ വൈദ്യുതി നിരക്ക് കൂടി കൂടാൻ പോവുകയാണ്. ഒരു തരത്തിൽ ആളുകളൊക്കെ പറയുന്നത് പോലെ സാധാരണക്കാരായ മനുഷ്യന് മാത്രമാണ് വില കൂടാത്തത്, മറ്റെല്ലാത്തിനും വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ മാസം കഴിയുന്തോറും ഒരു മാസം ഒരു കുടുംബത്തിന് കഴിഞ്ഞുകൂടേണ്ട ചെലവിൽ വർധനവ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അത് പച്ചക്കറിയുടെ വിലയായാലും പാലിൻ്റെ വിലയായാലും മറ്റ് ഏത് അവശ്യ സാധനങ്ങളുടെ വിലയായാലും അതിനെല്ലാം ഒപ്പമാണ് വൈദ്യുതിയും. എല്ലാവരുടെയും വീട്ടിൽ വൈദ്യുതിയൊക്കെ ഉള്ള കാലമാണ്, പല വൈദ്യുതി ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ആദ്യം കറണ്ട് ചാർജൊക്കെ കൂടുമ്പോൾ കുറച്ച് കാലമൊക്കെ നമ്മൾ കുറച്ചൊക്കെ പിടിച്ച് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ പിന്നീട് വീണ്ടും നമ്മൾ സാധാരണ പടിയിലേക്ക് തന്നെ നീങ്ങുകയും ചെയ്യും. പക്ഷേ ഈ ഓരോ മാസം വരുന്ന ഈ വൈദ്യുതി നിരക്ക് കൂടി നൽകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ കൂടിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിലുള്ളത്. അത്തരം അവസ്ഥകളൊന്നും തിരിച്ചറിയാതെയാണ് പലപ്പോഴും വൈദ്യുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അവർ പറയുന്നത് ഉൽപ്പാദന ചെലവ് വർദ്ധിച്ചു, അതോടൊപ്പം തന്നെ വാങ്ങുന്ന വൈദ്യുതിയുടെ വില കൂടി. അങ്ങനെ കാരണങ്ങൾ അവർക്ക് പലതുണ്ട്. ശ്രീ ചന്ദ്രൻ നായരാണ് ചേരുന്നത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ എങ്ങനെയാണ്? എന്തായാലും വൈദ്യുതി നിരക്ക് കൂട്ടുമെന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇനി പ്രഖ്യാപനം എപ്പോൾ വരും എന്ന് മാത്രമേ അറിയാനുള്ളൂ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാർ, വിലക്കയറ്റത്തിന്റെ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് അഭിമാനമായ ഒരു നേട്ടം PSLVയുടെ ഒരു വിജയം കൂടെ ആഘോഷിക്കുകയാണ്. ആ റോക്കറ്റ് പോയ പോലെയാണ് നമ്മുടെ വിലയും കയറുന്നത് മേലോട്ട്. അതെ. അതായത് നമ്മുടെ വൈദ്യുതി നിരക്കിലേക്ക് വരാം സാർ. റെഗുലേറ്ററി കമ്മിറ്റി എന്നും പറയും കൊണ്ട് ഒരു കമ്മീഷൻ ഉള്ളത് കാരണം കൊണ്ടാണ് ഒരു പരിധി വരെ നമ്മളെന്ന് വെച്ചാൽ വൈദ്യുതി ചാർജ് പിടിച്ചു നിന്ന് പോകുന്നത്. പക്ഷെ അവരും കൈവിട്ടു പോവുകയാണ്. അവരെ എന്താണെന്ന് വെച്ചാൽ പലതരത്തിലും സമ്മർദ്ദത്തിലാകുകയാണ്. 1-2 മീറ്റിങ്ങുകളിൽ ഞാനും പങ്കെടുക്കാൻ ഇടയായി. അപ്പോൾ അവരും സമ്മർദ്ദത്തിലാണ്. ഗവൺമെന്റിന്റെ പുഷിംഗ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പുഷിംഗ് ഉണ്ട്. അതായത് കൂട്ടണം എന്ന് പറഞ്ഞ് റെഗുലേറ്ററി കമ്മിറ്റി പരമാവധി ശ്രമിക്കുന്നുണ്ട് സാർ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട്. അതിന് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ അവർ പൊതുജനങ്ങളുടെ ഒരു ഇതൊക്കെ എടുത്തിരുന്നു സാർ. വൈദ്യുതി ചാർജ് മാത്രമല്ല, നമ്മുടെ മരുന്നുകളുടെ വില ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു. ആരുമില്ല അവിടെ നിയന്ത്രിക്കാൻ. അതാണ് പ്രധാനപ്പെട്ട സംഗതി. ശരിയാണ്, അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. മരുന്നിന്റെ വിലയൊക്കെ കൂടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക്, അതും പ്രത്യേകിച്ച് കൂടുതൽ മരുന്നൊക്കെ ഉപയോഗമായി വരുന്നത് അവരുടെ സ്ഥിരം ജോലിയൊക്കെ നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ പെൻഷനായ ശേഷമോ പെൻഷൻ ഇല്ലാതെയൊക്കെ ആ ജീവിതത്തിന്റെ സായാഹ്നത്തിലൊക്കെയാണ് കൂടുതൽ മരുന്നടക്കം ആവശ്യം വരുന്നത്. ആ സമയത്തൊക്കെ ഈ വില കൂടുതൽ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഋതുൻ കൂടിച്ചേരുന്നു. ഋതുൻ 7ാം ക്ലാസ്സിലാണെന്നല്ലേ പറഞ്ഞത്? പറഞ്ഞോളൂ. അപ്പോ ഈ വിലക്കയറ്റം എന്ന് പറയുന്നത് പാവപ്പെട്ടവന് ജീവിക്കാണ്ടിരിക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് വിക്ഷേപിച്ചു പോയ റോക്കറ്റ് പോലെയാണ് ഇന്ന് ഇപ്പോഴത്തെ കാലത്ത് വില കുതിച്ചു കയറുന്നത്. ഇത് തുറന്നു കഴിഞ്ഞാൽ പാവപ്പെട്ടവന് ജീവിക്കാനുള്ള വാതിലുകൾ ഒന്നൊന്നായി അടയുകയാണ്. ഈ ഇടയായിട്ട് സപ്ലൈകോയിൽ ഭയങ്കരമായിട്ട് വില കൂടിയ കാര്യത്തിൽ ഞാൻ വാർത്തയൊക്കെ അറിഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പൊ പല്ലിരിക്കുന്ന പേസ്റ്റിന് പോലും 70 രൂപയിരിക്കുകയാണ്. ഇങ്ങനെ വരുന്ന വൈദ്യുതി ചാർജും കൂടി ചേർക്കുമ്പോൾ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോ നമ്മൾ കേരളം കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലും വിദേശത്തോട്ട് ആളുകൾ പരമാവധിയും പോകാൻ ശ്രമിക്കുന്നത്. കാരണം ആ രാജ്യങ്ങൾ ഇത്രയും വലിയ വിലക്കയറ്റമൊന്നും ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോഴത്തെ ആളുകൾ വിദേശത്തോട്ട് പോകുന്നത്. പിന്നെ കേരളത്തിന് വൈദ്യുതി ചാർജ് കൂട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് അവര് പറയുന്നത് വൈദ്യുതി മേടിക്കണം. പക്ഷെ കേരളത്തിന്റെ കയ്യിൽ ആവശ്യത്തിൽ അധികം പണമുണ്ടെന്ന് കേന്ദ്രം വയനാട് ദുരന്തത്തിൽ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നു. പിന്നെ കേരളത്തിന് എന്ത് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉള്ളത്, അതും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന്. ശരി ഋതുൻ, എന്തായാലും കേരളത്തിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. അത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ നാട് മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അങ്ങനെ വലിയ സമ്പത്തൊന്നും ഉള്ള നാടൊന്നുമല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് നന്നായി നികുതി കിട്ടുന്ന ഒരു നാട് കൂടിയാണ്. വലിയ മറ്റൊരാളേക്കാൾ മെച്ചപ്പെട്ട ജീവിതമൊക്കെ ഉള്ള സ്ഥലം കൂടിയൊക്കെയാണ്. എന്തായാലും ഇതിൻ്റെ അഭിപ്രായം, പ്രത്യേകിച്ച് ഒരു 7ാം ക്ലാസ്സുകാരൻ്റെ അതിൽ പ്രതികരിക്കേണ്ടതിൽ പ്രത്യേകമായ അഭിനന്ദനം. മറ്റൊരു പ്രേക്ഷകരുണ്ട്, സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ വിലക്കയറ്റം അതിനെല്ലാം പുറമെയാണ് ഇനിയിപ്പോൾ വൈദ്യുതി നിരക്ക് കൂടി കൂടാൻ പോകുന്നു. അതായത് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കൊന്നും ഇതിൽ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക്, മന്ത്രിമാർക്ക്, MLA-മാർക്ക് ഇവർക്കൊരു ബുദ്ധിമുട്ട് വരില്ല. കാരണം അവർക്ക് ഈ ഓരോ സാധനങ്ങളുടെ വില കൂടുമ്പോഴും വില വർധന വരുമ്പോഴും അവർക്ക് ശമ്പളങ്ങൾ കൂട്ടും. അവർ സ്ട്രൈക്ക് ആക്കി അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അവർക്ക് ശമ്പളം കൂട്ടാം. അങ്ങനെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം ഒന്നും കൂടുന്നില്ല, ഇതിനനുസരിച്ചൊന്നും കൂടുന്നില്ല. പക്ഷെ അവർക്കൊരു കൃത്യമായ ശമ്പളം കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുപോലെ പാവപ്പെട്ടവർക്ക് ഇത് ബുദ്ധിമുട്ട് വരുന്നത്. കാരണം 1600 രൂപ പെൻഷൻ കൊടുത്ത് 2000 രൂപ തിരിച്ചു മേടിക്കുന്ന ഒരു പരിപാടിയാണത്. പിന്നെ നമ്മൾ കേരളത്തിൽ തന്നെ ആഭ്യന്തരമായിട്ട് തന്നെ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ പറ്റും, പല പദ്ധതികളുണ്ട്. പക്ഷേ അതില് വലിയ കമ്മീഷൻ വരുന്നില്ല. പക്ഷെ കേരളയിലെ പോലെ ഒരു കമ്മീഷൻ വരുന്നതാണെങ്കിൽ
ഇത് വീണ്ടും അത് ഈ നമ്മുടെ ഇരട്ടച്ചങ്കൻ ഏത് പ്രതിസന്ധി നേരിട്ടുകൊണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പൊ വൈദ്യുതി ഉൽപാദനത്തിന് വലിയ കമ്മീഷൻ വരാത്തത് കൊണ്ടാണ് ഇത് അതിന്റെ പുറകെ നടക്കാത്തത്. ശരി, എന്തായാലും ശ്രീ ശിവൻ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ശിവൻ, ഇനിയിപ്പോൾ വൈദ്യുതി നിരക്ക് കൂടി കൂടാൻ പോവുകയാണ്, അതുകൂടി നമ്മൾ അധികമായി തുക കണ്ടെത്തണം ഓരോ മാസവും. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ സർവ്വതാത്മകമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വൈദ്യുതി നിരക്കിനെ. കാരണം ജനങ്ങൾ ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. വൈദ്യുതി നിരക്ക് ഇവിടെ അധികാരത്തിൽ വന്നപ്പോൾ ഒരു സാധനത്തിന് വില കൂടുതലെന്നും പറഞ്ഞിട്ടല്ലേ അധികാരത്തിൽ വന്നത്. അതെ, അതുകൊണ്ട് ഞാൻ വൈദ്യുതി നിരക്കിന് 100% സ്വാഗതം ചെയ്യുകയാണ്. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെ അദ്ദേഹവും സെറ്റാറായി പറഞ്ഞതാണ് എന്ന് തോന്നുന്നു. കൂടില്ല എന്ന് പറഞ്ഞൊരു സർക്കാർ വില കൂട്ടുമ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് തന്നെ ആവണം. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് എല്ലാ ജീവിത ചെലവും കൂടുന്നതിനൊപ്പം ഇനിയിപ്പോൾ വൈദ്യുതി നിരക്ക് കൂടി കൂടാൻ പോകുന്നു? കിരൺ ബാബു, നമ്മുടെ നാട്ടിൽ എന്ത് വൈദ്യുതി ചാർജോ ഇന്ന് സാധനത്തിന് വില കൂടിയാലും ഈ സാധാരണക്കാരനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. ഇവിടുത്തെ സർക്കാർ ജീവനക്കാരനോ സർക്കാർ പെൻഷൻകാർക്കോ ഇവിടുത്തെ MLA-മാർക്കോ MP-മാർക്കോ മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ ഇവർക്കൊന്നും ഇതൊന്നും ഒരു പ്രശ്നമില്ല. സാധാരണക്കാരൻ ഇപ്പോ മാവേലി സ്റ്റോറിൽ ഒരു സാധനം ഇല്ലാണ്ടായി. ഇനി ഉണ്ടെങ്കിൽ തന്നെ പൊതു വിപണിയായിട്ട് വലിയ മാറ്റമൊന്നുമില്ല വിലയിൽ. ഇവര് വേറൊന്നും വേണ്ട. ഈ പാവപ്പെട്ട ആൾക്കാർ ഇത്തരത്തിലിപ്പോ ഈ ചില വൈദ്യുതി ഉണ്ടാക്കണമെന്നേ പുറത്തുനിന്ന് മാത്രം വാങ്ങിയാൽ പോരാ. ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിൽ നടപ്പാക്കാനുണ്ട്. ഇത് നടപ്പാക്കായിട്ടില്ല. ഇത് ഭരണാധികാരികളുടെ കടമയിലൊക്കെ ഈ പാവപ്പെട്ട മുതൽ ആൾക്കാർ 85 ഉറുപ്പിക ബില്ലടക്കായിട്ട് ഒരു പാവപ്പെട്ട പെണ്ണുങ്ങളെ വീട്ടിൽ പോയിട്ട് ഫീസ് പോയാൽ ഇലക്ട്രിസിറ്റി ആൾക്കറിയാം ഉദ്യോഗസ്ഥന്മാരാണ്. അത് ശരിയാണ്. പലപ്പോഴും ശ്രീദാസൻ, ചെറിയ ചെറിയ തുകയൊക്കെ അടയ്ക്കാത്ത സാധാരണക്കാരുടെ വീട്ടിലൊക്കെ വന്ന് അവരുടെ ഫ്യൂസ് ഊരാൻ നിൽക്കുന്ന ഇവർ കോടികൾ കൊടുക്കാനുള്ള വലിയ കമ്പനികളുടെ ഒന്നും അടുത്ത് പോകാറേ ഇല്ല. അവരെപ്പോഴും അവരൊക്കെ കേസിലൊക്കെ പോയി നിൽക്കും. എല്ലാം ബാധിക്കുന്ന സാധാരണക്കാരാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കുന്നില്ല. പാവപ്പെട്ട പട്ടിണി പാവങ്ങൾ ഇഷ്ടംപോലെ നാട്ടിലുണ്ട്. ഏറ്റവും അങ്ങേ അറ്റം അബദ്ധത്തിലെ ജനങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഇനി കണ്ണൂരിൽ നിന്ന് ശ്രീ പ്രേമൻ കൂടി ചേർന്നുണ്ട്. ശ്രീ പ്രേമൻ, താങ്കൾ എങ്ങനെയാണ് ഈ വരാൻ പോകുന്ന ഇടുത്തിയെ കാണുന്നത്? ഇടുത്തി കുറഞ്ഞു പോയി എന്റെ അഭിപ്രായം. ശരി, കുറച്ച് കൂടുതൽ കൂട്ടണമായിരുന്നു അല്ലേ? കുറച്ചും കൂടി കൂടുതൽ ഒരു യൂണിറ്റിന് 50 ഉറുപ്പിക വെച്ചിട്ട് കൂട്ടുക എന്ന് കഴിഞ്ഞാല് നമ്മളിപ്പോഴത്തെ നമുക്ക് കറണ്ട് കട്ട് ചെയ്യേണ്ടി വന്നേക്കാല്. കൊടുക്കേണ്ടി വരില്ല. കട്ടാക്കല്ലേ? അതല്ല, കറണ്ട് കട്ട് ചെയ്യേണ്ടി. ഞാൻ പറഞ്ഞത് 50 രൂപ വെച്ച് യൂണിറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മള് വീട്ടിലെ കറണ്ട് കട്ട് ചെയ്യേണ്ടി വരുമല്ലോ. 50 പൈസയല്ല, 50 രൂപ വെച്ച് കൂട്ടണം. അതാ പറഞ്ഞത്, 50 രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിലെ കറണ്ട് കട്ടാക്കേണ്ടി വരുമല്ലോ എന്ന്. അതിനും നമുക്ക് റേഷൻ പൊടിയിൽ മണ്ണെണ്ണ മതി. ശരി, ഓക്കെ, പറഞ്ഞോളൂ. ഒരു മിനിറ്റ് കട്ടാക്കല്ല. ഇല്ല, കട്ടാക്കില്ല. താങ്കൾ ധൈര്യമായി പറയും. പിന്നെ ഞാനിപ്പോ ഒരു ന്യൂസ് കണ്ട്, ഈ ഭരണത്തിന്റെ ഏറ്റവും വലിയ മോശമായ പരിപാടിയാണ് കോടതിന്റെ മുമ്പിൽ സ്റ്റേജും കെട്ടിയിട്ട് പരിപാടി. ഇത് ഈ വിഷയത്തിൽ പറയേണ്ടതല്ലെങ്കിലോ നമുക്ക് ഈ വിഷയത്തിൽ പറയാം തൽക്കാലം. അല്ല, ഈ വിഷയത്തിൽ പറയേണ്ടതല്ലെങ്കിലോ സാറും കണ്ടിട്ടുണ്ടാവും ഇന്നത്തെ പരിപാടി. ശരി, എന്തായാലും നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് തൽക്കാലം കടക്കാൻ നിർവാഹമില്ല. വടകരയിൽ നിന്നും ശ്രീ ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ, എന്തായാലും ഇനിയിപ്പോൾ വരുന്ന അടുത്ത കറണ്ട് ചാർജ് കൊടുക്കുമ്പോൾ ഇപ്പോൾ കൊടുത്ത തുക നൽകിയാൽ മതിയാവില്ല. അതാണ് അവസ്ഥയിലേക്ക് നീങ്ങാൻ പോകുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കിരൺ സാർ, നമസ്കാരം. നമസ്കാരമുണ്ട്, പറയാം. എന്ത് പറയാനാ സാർ, ഇനി കറണ്ടിനോട് കൂടിയിട്ട് അവിടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ബാണം പോലെയല്ല കുത്തിയായിരുന്നത്. അപ്പൊ ഈ സർക്കാർ ഇനി ഒരു കൊല്ലം കൂടിയുണ്ട്. അവർ എത്രത്തോളം കേൾക്കുന്നോ അത് നമ്മൾ നയിക്കുക. നമ്മൾ തെരഞ്ഞെടുത്ത് പോയില്ലേ, അല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. അത് കോടതി സ്വമേധയാ കേസെടുക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ ഈ സർക്കാരിനോട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ജനാധിപത്യ വിരുദ്ധമായ നിലപാട് മാത്രമേ ഈ സർക്കാരിന്റെ കയ്യിലുള്ളൂ. ഒന്നും പറയാനില്ല സാർ. കറണ്ടിനും ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അജയ്കുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയ്കുമാർ, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, ഈ ഏതായാലും പെട്രോളിന് വില കൂട്ടാൻ കേരള ഗവൺമെന്റിന് പറ്റത്തില്ല. പിന്നെ കിട്ടുന്നതിന് വില കൂട്ടിട്ട് ഇവിടെ ഒരു വിഷയമുണ്ട് കിരൺ. ഈ 2013 തോന്നുന്നു ഇത് കമ്പനി ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നത് KSEB. അതിനുശേഷമാണ് ഒരുപക്ഷെ KSEBിലെയൊക്കെ ശമ്പളങ്ങൾ സാധാരണ ഗവൺമെന്റ് സർവീസിനേക്കാളൊക്കെ കൂടുതലായി എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങളെപ്പോൾ ഉള്ളവർ പഠിച്ച കൂടുതൽ കാര്യങ്ങൾ. അതിനുശേഷം ശമ്പളത്തിൽ വലിയ രീതിയിലുള്ള വർധന ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവർക്കുണ്ടായ വർധനയേക്കാൾ വലിയ വർധനമാണ് KSEB. വലിയ കാരണം കമ്പനി ആക്ട് വന്നപ്പോഴത്തേക്ക്. അപ്പൊ 2013 ഇത് കമ്പനി ആക്ട് കൊണ്ടുവരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണിത്. അപ്പൊ ഇത് നമ്മൾ കേവലം ഏതൊരു സർക്കാരിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്നതിൽ കാര്യമില്ല എന്നാണ് ഞാൻ അതുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇവരുടെ ഓവർഹെഡ് എക്സ്പെൻസ് അവർക്ക് വഹിക്കാൻ പറ്റുന്നില്ല. അതിന്റെ അനുസരിച്ച് അവർ സ്വാഭാവികമായിട്ടും ചാർജ് കൂട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. അതാണ് അവർ ചെയ്യാൻ അവർക്ക് പറ്റുന്ന ഒരു മാർഗം അതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ വരുമ്പോഴൂടെ അല്ലെ ആഭ്യന്തര ഉൽപാദനം ഉണ്ടാകണം. ആഭ്യന്തര ഉൽപാദനമില്ല. ഇപ്പൊ നമ്മൾ വെളിയിൽ നിന്ന് വൈദ്യുതി മേടിക്കുകയാണ് ചെയ്യുന്നത്.
ഇനി അതല്ലെങ്കിൽ പുരപ്പുറ സോളാർ പദ്ധതി അവർ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണം. പക്ഷെ ഇപ്പൊ അതിനും ചില പ്രശ്നങ്ങളുള്ളതായിട്ട് ഈ അടുത്ത കാലത്ത് പേപ്പറിൽ വായിച്ചു. കാരണം സോളാറൊക്കെ താങ്ങാൻ തുടക്കത്തിൽ ഈ 2-3 ലക്ഷം രൂപയൊക്കെ ചെലവാക്കാൻ ശേഷിയുള്ള ആളുകൾക്കല്ലാതെ ഈ സാധാരണക്കാർ മാസത്തിൽ 1000 രൂപ 800 രൂപയൊക്കെ അടയ്ക്കാൻ പാടുപെടുന്നവർ അല്ല, ഞാൻ അതിലേക്ക് വരാം. കാരണം ഈ പുരപ്പുറ സോളാർ പദ്ധതി വന്നാലും ഇപ്പൊ KSEBക്ക് പലയിടത്തും ട്രാൻസ്ഫോമർ പവർഫുൾ ഇല്ലാത്തത് കൊണ്ട് പകൽ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നൊരു വാർത്ത കേട്ടു. അപ്പൊ അതും അവരെ കൊണ്ട് നടക്കുന്നില്ല. രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വളരെ എക്സ്പെൻസീവ് ആണ് പുരപ്പുറ ഈ സോളാർ എന്ന് പറയുന്ന പാനൽ വെക്കുക എന്നുള്ളത്. അതിന് ഗവൺമെന്റ് അതിന് എന്തെങ്കിലും ഒരു EMI സംവിധാനം ഉണ്ടാക്കണം. സബ്സിഡി എനിവേ കൊടുക്കുന്നുണ്ട്. EMI സംവിധാനം ഉണ്ടാക്കി നിലവിൽ സബ്സിഡി ഉണ്ട്. പക്ഷേ നിലവിലെ സബ്സിഡി കൊണ്ട് ഞാനതാ പറഞ്ഞത്, സാധാരണഗതിയിൽ ഒരു വീട്ടിലേക്കൊക്കെ ഇത് ചെയ്യുമ്പോൾ ഇത്രയും ലക്ഷങ്ങളാവാതെ അതിൽ കുറഞ്ഞ നിരക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരുമിച്ച് അത്രയും പൈസ എടുക്കാൻ കഴിയില്ലാത്തവർക്ക് കഴിയില്ലല്ലോ. അല്ല, ഇതൊക്കെ ഇനി ഇപ്പൊ ഇതിന് മുമ്പിലുള്ളൂ. ഇപ്പൊ നമുക്ക് ഈ ജലപദ്ധതികളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിനെ ഇനിയിപ്പോ ഇത് കൂടുതൽ വൈദ്യുതി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ കായംകുളത്തുള്ള പദ്ധതിയിൽ നിന്ന് ഇപ്പം വൈദ്യുതി ഉണ്ടാകുന്നില്ല. അവിടെ വല്ല ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് സോളാർ പാടങ്ങൾ ഉണ്ടാക്കണം. ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ചെയ്യേണ്ടതായിട്ടുണ്ട്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നമുണ്ട്. ജയപ്രകാശ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ജയപ്രകാശ്, താങ്കൾക്ക് പറയാം. സാറേ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ നമ്മുടെ ഇതിന്റെ റെഗുലേറ്ററി കമ്മീഷൻ ആയാലും അല്ലാത്ത പിന്നെ ആൾക്കാരായാലും അവരവിടെ ഇരിക്കുന്ന എന്തിനാ? ഈ നിയമം ഇംപ്ലിമെന്റ് ചെയ്യാനല്ലേ? ഈ പാവപ്പെട്ടവന്റെ മാത്രം ഫീസ് വരാനാണോ അവരവിടെ ഇരിക്കുന്നത്? അവര് അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ കോടിക്കണക്കിന് 271 കോടി രൂപ ഇപ്പൊ എഴുതി തള്ളി. ഇവര് അതാത് മാസങ്ങളിൽ ഫീസ് ഊരിയിരുന്നെങ്കിൽ ഇത്രയും പെൻഡിങ് വരുമായിരുന്നു. അത് ശരിയാണ്. പലപ്പോഴും വൻകിടക്കാരെ തൊടാൻ ഇവർക്കെല്ലാം ഭയമാണ്. കോടികൾ ലക്ഷങ്ങളൊക്കെ ഉള്ളവരുണ്ട്, അവരുടെ ഒന്നും ഫീസ് വരില്ല. സാധാരണക്കാരൻ്റെ ആണെങ്കിൽ ഒരു മാസം വൈകിയാൽ ഫ്യൂസ് വരാൻ വേണ്ടി പ്രത്യേകമായി വരും. പിന്നെ നമ്മൾ അവിടെ പോയി പണമൊക്കെ അടച്ചിട്ട് വേണം, രണ്ടാമത് അവരെ കാത്തിരുന്നൊക്കെ വേണം ഫ്യൂസ് തിരിച്ചു കുത്തിക്കാൻ. മറ്റവരുടെ ഒന്നും ഊരില്ല. അതൊരു സിസ്റ്റത്തിന്റെ പലപ്പോഴും അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. താങ്കൾ പറഞ്ഞത് ഗൗരവമുള്ള വിഷയമാണ്. അത് തന്നെ, അത് ഈ ഓഫീസേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതല്ലേ? അവരെന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അപ്പൊ അവരും കുറ്റക്കാരല്ലേ ഇവര്? ഉറപ്പായിട്ടും അതിന് അവരുടെ കയ്യിൽ നിന്നുള്ള വീഴ്ചയുമുണ്ട്. ശ്രീ ജോൺസൺ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോൺസൺ, താങ്കൾക്ക് പറയാം. സാറേ, ഞാൻ ഇത് നമ്മളിപ്പോ പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്തുകൊണ്ട് വല്ല ഗുണം കിട്ടുന്ന കേസാണോ? ജനങ്ങളുടെ ശബ്ദം പരമാവധി എത്തുമ്പോഴാണല്ലോ ഏത് സർക്കാരും അത്തരം തീരുമാനങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നത്. ജനകീയ സമരങ്ങൾ കൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധം വരുമ്പോൾ എത്രയോ തീരുമാനങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണല്ല. ജനങ്ങൾ എന്ന് പറയുന്ന സാധനം വെട്ടികളോട് മടുത്തിരിക്കുകയാണ്. ജനങ്ങൾ വെട്ടികളൊന്നുമല്ല, ജനങ്ങൾ അങ്ങനെ മടുത്തിരിക്കുകയാണെന്ന് പറയരുത്. ജനങ്ങൾ 10ാം ക്ലാസ് തോറ്റ എക്ക് ശമ്പളം 1,30,000 രൂപ വരെ സാലറി കിട്ടുന്ന തോറ്റ ആളിനെ അങ്ങനെ കഴിയില്ലല്ലോ. അത്ര അതിശോക്തിയായിട്ട് താങ്കൾ പറയരുത്. സാധാരണ രീതിയിൽ അവർക്ക് ശമ്പളം മറ്റു പേരെ കൂടുതൽ 10ാം ക്ലാസ് തോറ്റത് എന്ന് പറയുന്നത് ശമ്പളം അവരുടെയൊക്കെ എന്താ, അതൊരു അഹങ്കാരം എന്താ, അതൊന്നും കാര്യമില്ല. ഇവിടെ നമ്മൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ 1000 രൂപ സാധാരണക്കാരന് ഒരു ദിവസമുള്ളൂ. അത് ഡെയിലി ജോലിയില്ല. അതിൽ നിന്ന് ഈ പിടിച്ച് പറിച്ചുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാര് കാണിച്ചു കൂടുന്ന അഭ്യാസങ്ങൾ എന്താ? അഴിമതി. അവരെടുക്കുന്ന ഓരോ പ്രോജക്റ്റുകളും അഴിമതിയിൽ കുളിച്ചിരിക്കുകയാണ്. ആവശ്യമില്ലാണ്ട് പോസ്റ്റുകളും അനാവശ്യ ചെലവുകൾ കംപ്ലീറ്റ് അഴിമതിയിലെ പോകും. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രദീപാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് വരാൻ പോകുന്ന ഈ വൈദ്യുതി നിരക്ക് വർധനവിനെ കാണുന്നത്? പറഞ്ഞോളൂ. നമസ്കാരം, പറഞ്ഞോളൂ. കിരൺ എന്താ പറയാൻ സമ്മതിക്കും അതോ കിരൺ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും? എന്താ ഉദ്ദേശം വെച്ചാൽ ആദ്യം പറഞ്ഞ അതനുസരിച്ച്. താങ്കൾക്ക് ഓരോ ദിവസവും അങ്ങനെ ചോദിക്കുന്നതിന് പകരം താങ്കൾ പറയുന്ന അഭിപ്രായത്തിനിടയിൽ എനിക്ക് പറയേണ്ടി വരുന്നതാണെങ്കിൽ പറയും. താങ്കൾ ഇന്നലെയും വിളിച്ചിട്ട് ഇതുതന്നെയാണ് ആദ്യം പറഞ്ഞത്. അല്ല, എല്ലാവരും അല്ല, ബാക്കി ഇതുവരെയുള്ള ആളുകളൊക്കെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നത് അവർക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടായില്ല. അല്ല, ഇന്നലെയൊക്കെ ഞാൻ കേട്ടു കുറെ താങ്കളോട് പറയുന്നത്. എനിക്ക് പലപ്പോഴും പറയണം തോന്നിയ കാര്യമാണ്. താങ്കൾ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന പിന്നെ ഞങ്ങൾ എങ്ങനെയാ പറയണേ? ചിലപ്പോൾ പറയേണ്ടത് ഞാൻ പറയണ്ടേ? ഞാൻ വിടാതിരിക്കാൻ കഴിയുമോ? അല്ല, താങ്കൾ മിണ്ടാതിരിക്കണ്ട. താങ്കൾ മറ്റുള്ള ആങ്കറൊക്കെ സാധാരണ ഇങ്ങനെ വിഷയമില്ലല്ലോ. താങ്കൾ എന്ത് പറഞ്ഞാലും താങ്കൾ ഒരു സൈഡാണ് പിടിച്ചങ്ങ് സംസാരിക്കും. താങ്കളുടെ ചിലപ്പോൾ ഓരോരുത്തരുടെ രീതിയല്ലേ? അല്ല, താങ്കളുടെ രീതി കുഴപ്പമൊന്നുമില്ല. സംഭവിച്ചു. താങ്കൾ പറഞ്ഞോളൂ, അഭിപ്രായം പറഞ്ഞോളൂ. താങ്കൾ ഒരു സൈഡിലെ രാഷ്ട്രീയം, താങ്കളുടെ രാഷ്ട്രീയം വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇപ്പൊ എനിക്ക് രാഷ്ട്രീയ വിരോധമുണ്ട്, പക്ഷെ ആങ്കറിന് അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അതോടെ നോട്ട്. താങ്കൾ ആദ്യം പറയാൻ സമ്മതിക്കൂ. വിളിക്കുന്നവർ ആദ്യം താങ്കൾ ഇതുവരെയും ഇത്രയും ആളുകൾ വിളിച്ചു, അവർക്കാർക്കും ഒരു പരാതിയും ഉണ്ടായില്ല. താങ്കൾ നിരന്തരം പരാതി ഉന്നയിക്കുന്ന ആളാണെന്ന് അറിയാം. പ്രദീപിന് പറയാനുള്ളത് പറഞ്ഞോളൂ. സുഹൃത്തെ, ഇത് പൊതുവേദിയാണ്. എന്റെ അഭിപ്രായം പറയാൻ നമ്പർ വിളിക്കണ്ടേ? പറഞ്ഞോളൂ. ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ തൊട്ടൊരു ദിവസത്തെ ഞാൻ താങ്കളോട് വഴക്കൂടേണ്ടി വന്നതിൽ ക്ഷമിക്കുക. പിന്നെ പ്രോബ 3 ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ചതിലെ ഒരു ഇന്ത്യൻ എന്ന നിലയിൽ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു. സന്തോഷം.
സുഹൃത്തെ, കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. അവര് വിചാരിച്ചിട്ട് കേരളത്തിൽ ഇപ്പോഴും അത് ആ പൈസ കാശുകൾ കുറയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ജനങ്ങളുടെ ബേസിക് നീഡ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു ഭരണ പരാജയമല്ലേ? അതാണ് ഇവിടെ നടക്കുന്നത്. ഭരണ പരാജയം കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്കൊന്നും സർക്കാരിനൊരു ബോധമില്ലാത്ത പ്രവർത്തനം നടത്തി പോകുന്നു. ഒരു വീക്ഷണമില്ല, ഒരു ദീർഘവീക്ഷണമില്ല. എനിക്കിപ്പോ ഈ സർക്കാരിനെ മാത്രമേ കുറ്റം പറയാൻ പറ്റൂ. തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റാൻലിയെ പോയി കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഭരിക്കുന്നത്, കഴിഞ്ഞ 9 വർഷമായി ഭരിക്കുന്നത് പിണറായി വിജയനാണ്. ഇതൊരു പൂർണ്ണ പരാജയമാണ്. സന്തോഷം, താങ്ക്സ്. ശരി, പറഞ്ഞു കഴിഞ്ഞല്ലോ. ഓക്കെ, താങ്കൾക്ക് ഈ അഭിപ്രായം പറയുന്നതിന്, ഈ മട്ടിൽ അഭിപ്രായം പറയുന്നതിന് ഒരിക്കലും ഇടപെടില്ല. പലപ്പോഴും താങ്കൾ അഭിപ്രായം പറയുമ്പോൾ അല്ലാത്ത രീതിയിൽ ഇടപെടുന്ന സമയത്ത് ഇടപെട്ടേ പറ്റൂ. അത് ഇടപെട്ട് തന്നെ പറയേണ്ടത് ഉത്തരവാദിത്തം കൂടിയാണ്. അതുകൊണ്ട് അത് ചെയ്യും. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, വിജയകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ വിജയകുമാർ, എങ്ങനെയാണ് കാണുന്നത്? നമസ്തേ. എന്തായിരുന്നാലും ഈ 2026 വരെ ഇല്ലേ സാറേ കൂട്ടാൻ പറ്റൂ? ഇതിന്റെ അപ്പുറത്തിന് കൂട്ടാവൂലല്ലോ. എല്ലാ സർക്കാരുകളും വരുമ്പോഴും അവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താറില്ലേ ഇവിടെ? അത് തന്നെ, 2026 വരെ ഇനി കൂട്ടാൻ പറ്റൂ. അതുവരെ കൂട്ടിട്ട് അതിനുശേഷം നമുക്ക് പിന്നീട് വരുമല്ലോ ഗവൺമെന്റ്. ശരി, ഓക്കെ. ശരി സാർ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തോമസ് ആണ് പത്തനംതിട്ടയിൽ. ശ്രീ തോമസ്, ജീവിതത്തിന്റെ ചെലവ് അനുദിനം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അവശ്യ സാധനങ്ങളെല്ലാം വില കൂടുന്നു, മരുന്നിന്റെ വില കൂടുന്നു. ഇപ്പോൾ ഇനി വൈദ്യുതിയുടെ വിലയും കൂടാൻ പോകുന്നു. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. എല്ലാം വിലയും കൂടിട്ട് സാറേ, എന്താ കുഴപ്പമിരിക്കണേ? കാരണം നമ്മുടെ കേരളത്തില് ഒരു കാരണവശാലും ഒരു സാധനത്തിന് വില കുറയാൻ പാടില്ല, കൂടാനേ പാടുള്ളൂ. അതിന്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചർച്ച ചെയ്ത് വരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പെൻഷൻസിന്റെ കാര്യങ്ങൾ, ശരിയല്ലേ? ആ പെൻഷൻസിന്റെ കാര്യങ്ങളില് ഒരാള്, എന്റെ കാര്യം തന്നെ പറയാം, ഒരാള് മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് മേടിക്കാൻ തുടങ്ങിയത് 2001 മുതൽ ഇതുവരെ പെൻഷൻ മേടിക്കുന്നുണ്ട്, വിധവ പെൻഷൻ മേടിക്കുന്നുണ്ട്. ആ പോലെ ചെയ്തേക്കണ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് കുടുംബ കോടതിയിൽ നിന്ന് എങ്ങനെ പറയണ്ടേ, നമ്മള് തേർഡ് പാർട്ടി വിധി എടുത്ത് മാറിയെന്നേ ഉള്ളായിരുന്നു. അതുമുതൽ ഇന്ന് വരെ ഒരു സർക്കാർ ജോലിക്കാരിയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ. നമുക്ക് നമ്മുടെ വിഷയം അല്ലാത്തത് കൊണ്ട് നമുക്ക് തൽക്കാലം അതിലേക്ക്, താങ്കൾ പറഞ്ഞത് ചിലപ്പോൾ ഗൗരവമുള്ള വിഷയമായിരിക്കും, എനിക്കും കൃത്യമായി മനസ്സിലായില്ല. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ശിവജി, എല്ലാത്തിനും ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇടുത്തിയായി അടുത്ത മാസം മുതൽ വൈദ്യുതി ചാർജും കൂടാൻ പോകുന്നു. വൈദ്യുതി ചാർജ് കൂടും. കാരണം എന്താ അറിയോ? കർഷകരോ മറ്റുള്ളവരോ അങ്ങോട്ട് വിൽക്കുന്ന ഒരു വസ്തുക്കൾക്കും വില കൂടുന്നില്ല. ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും സുഖിച്ച് അടിപൊളിയായിട്ട് ജീവിക്കുന്നു. അവർക്ക് കാരണം അവർക്ക് ഈ ക്ലിഫ് ഹൗസിലെ പൈസ അടയ്ക്കുന്ന പണം, വൈദ്യുതി ചാർജ് അടയ്ക്കുന്ന ആരാ സാറേ? അറിയാവോ? അതെല്ലാം സർക്കാരാണ്. ആ, സർക്കാരാണ് അടയ്ക്കുന്നത്. അപ്പൊ അവന് സുഖമാണ്, അവനൊന്നും അറിയേണ്ട കാര്യമില്ല. അവനിപ്പോ എത്ര കൂടിയാലെന്ത്, അവന് സൂചിച്ച് ജീവിക്കാമല്ലോ. അവന്റെ പെട്രോൾ അടിക്കുന്ന ആരാണ്? നാട്ടുകാരെ കാശ്. അപ്പൊ അവനിതൊന്നും പ്രശ്നമല്ലെന്നേ. ഈ കെടുകാര്യസ്ഥത കൊണ്ട് ഈ കരാറുകളെല്ലാം ആ അവതാളത്തിലാക്കി അവസാനം വീണ്ടും ദീർഘകാല കരാറുകളെല്ലാം വെട്ടിച്ചുരുക്കിയതിന്റെ പേരിൽ വന്നതെല്ലാം ജനങ്ങളുടെ തലയിലേക്ക് ഇപ്പൊ വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിപ്പം ജനങ്ങൾ ചർച്ച ചെയ്യുക. നിങ്ങൾ എന്താ ചർച്ചയ്ക്കെടുത്ത് എനിക്ക് അറിയത്തില്ല. ഇത് ചർച്ച ചെയ്യാതിരിക്കാൻ അതിനിടയ്ക്ക് ഒരു കേരയിൽ കൊണ്ടു കയറ്റിയിരിക്കുക അല്ലേ? അപ്പൊ ജനങ്ങൾ ഇത് ചർച്ച ചെയ്യില്ല എന്ന് വിചാരിച്ചു. ഇതൊക്കെയല്ലേ യഥാ പറഞ്ഞ CPM-കാരന്റെ ബുദ്ധി കോൺഗ്രസ്സുകാരനും BJP-കാർക്കും ഇല്ല. അതുകൊണ്ടാണ് ഇവർ തരാതരത്തിൽ ആ സമയത്ത് തന്നെ മറ്റൊന്നും കൊണ്ടത് കയറ്റും. ജനങ്ങളെ പറ്റി ചിന്തിക്കാതിരിക്കാൻ. ഇതൊന്നും. അബ്ദുൽ റഹ്മാൻ കൂടി ചേരുന്നു ദുബൈയിൽ നിന്നും. ശ്രീ അബ്ദുൽ റഹ്മാൻ, താങ്കൾ എങ്ങനെയാണ് ഈ വൈദ്യുതി നിരക്ക് വർധനവിനെ കാണുന്നത്? നമസ്കാരം സാറേ. എനിക്ക് ആദ്യമായിട്ട് ഒരു കാര്യം പറയാനുള്ള സമയം കളയുന്നില്ല. ഈ കുത്താൻ വന്ന പോത്തിനോട് വേദം ഓതരുത്. അത് ഈ പറയുന്ന ഞാനായാലും ശരി, ഈ കാര്യത്തിൽ പറയാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യണം. പക്ഷെ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകത്ത് തന്നെ എല്ലാ സ്ഥലത്തും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില കൂടുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിലാണെങ്കിലും പ്രത്യേകിച്ചിട്ട് ഈ സാധനങ്ങൾക്കും എല്ലാം ഒരുപാട്, കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ പിടിപ്പുകേട് കൊണ്ടാണ്. കാരണം ഇന്ന് താങ്കൾ അന്വേഷിച്ച്, നിങ്ങളുടെ ചാനലുകൾ തന്നെ അന്വേഷിക്കുക, ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കൊടുക്കുന്നത് കേരളമാണ്. അപ്പൊ ഇതിലും കൂടി കുറച്ച് കൊടുത്തിട്ട് തന്നെ അല്ലെങ്കിലോ കേന്ദ്രത്തിന്റെ സഹായങ്ങളൊന്നും കിട്ടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ രണ്ടാനമ്മ സ്വഭാവമാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനോട് കാണിക്കുന്നത്. അപ്പൊ ആ നിലയിൽ താങ്കൾ അന്വേഷിച്ചിട്ടുണ്ടോ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ ഇലക്ട്രിക്കിന്റെ ചാർജ്, കറണ്ടിന് എത്രയാണ് ചാർജ് എന്ന്? അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ
ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ചെറിയ തുകകൾ കൂട്ടുന്നുണ്ട്. അതുമല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ ഇലക്ട്രിക് ഉപയോഗം കൂടിക്കൊണ്ടുവരികയാണ്. ആരും തന്നെ ശരി, താങ്കളുടെ പഴയതുപോലെ അഭിപ്രായം അലക്കുന്നില്ല. എല്ലാ വ്യക്തമാണ്. വീട്ടിലും കഴിഞ്ഞ തവണ സംസാരിച്ച ശിവജി തൃശ്ശൂർ ഏറ്റവും അവസാനം ഞാൻ അടുത്ത ആളുടെ പേര് എൻ്റെ ചെവിയിലേക്ക് EP വഴിയാണ് അവർ പറയുന്നത്. ആ സമയത്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്, അവസാനം ഒരു വാക്ക് പറഞ്ഞു എന്ന് പറയുന്നു മോശപ്പെട്ട രീതിയിലേക്ക്. ദയവേത് ഒരിക്കൽ ശിവജിയെടുക്ക് ഞാനിത് നേരിട്ട് പൊതുവേദിയിൽ തന്നെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ആർക്കെതിരെയും അഭിപ്രായം പറയാം, എത്ര രൂക്ഷമായ അഭിപ്രായങ്ങൾ വേണമെങ്കിലും പറയാം. പക്ഷേ മാന്യമായ ഒരു പൊതുവേദിയിലാണ് ഇത് പറയുന്നത്, ആളുകൾ കേൾക്കുന്ന വേദിയാണ്. അവിടെ ഉപയോഗിക്കേണ്ട ഭാഷയ്ക്ക് ഒരു അന്തസ്സുണ്ട്, മാന്യതയുണ്ട്. ആ അന്തസ്സും മാന്യതയും ഉപയോഗിച്ചുകൊണ്ട് വേണം ആരെയായാലും വിമർശിക്കാൻ. ആരെയും വിമർശിക്കാം, അത് സാധാരണക്കാർ വിമർശിക്കുമ്പോൾ അങ്ങനെ കൃത്യമായ പോളിഷ്ഡ് ലാംഗ്വേജ് ഒന്നും ആകണമെന്നില്ല. പക്ഷേ നമുക്കറിയാം, ഏത് സാധാരണക്കാരായ മനുഷ്യനും അറിയാം, നമ്മൾ ഒരാൾക്കെതിരെ പറയുമ്പോൾ വ്യക്തിപരമായ രീതിയിൽ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കരുത്. അത് ആ മോശപ്പെട്ട വാക്ക് ഉപയോഗിക്കുന്നത് വഴി നമ്മളുടെ അന്തസ്സാണ് സമൂഹത്തിൽ ഇടിയുന്നത് എന്നതുകൂടി, അല്ലെങ്കിൽ നമ്മളുടെ മാന്യതയാണ് സമൂഹം തിരിച്ചറിയുന്നത് എന്നതുകൂടി ആളുകൾ മനസ്സിലാക്കണം. ദയവ് ചെയ്ത് അത്തരം വാക്കുകൾ ഉപയോഗിക്കരുത്. ഞാൻ ആ വാക്ക് പറയുന്ന സമയത്താണ് അടുത്ത ആളുടെ പേര് എൻ്റെ ചെവിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ കൃത്യമായി കേട്ടില്ല. പിന്നീടാണ് അവിടെ നിന്ന് മോഹൻ ഫിലിപ്പ് അറിയിച്ചത് അങ്ങനെ ഇത് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചത്. അതുകൊണ്ടാണ് പ്രത്യേകമായി തന്നെ ഇത് ഞാൻ എടുത്തു പറയുന്നത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നൗഷാദാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ നൗഷാദ്, വിലക്കയറ്റത്തിനെല്ലാം പുറമെ വൈദ്യുതി നിരക്ക് കൂടി വർദ്ധിക്കാൻ പോവുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാനൊരു കരാറുകാരനായിരുന്നു. എന്ത് തൊഴിലായിരുന്നു? ഏതിന്റെ കരാറാണ് ചെയ്തിരുന്നത്? PWD. ഓക്കെ. ലൈസൻസി ആയിരുന്നു. ശരി, ഇപ്പോൾ ഈ കരാറില്ലേ? ഇല്ല, ലൈസൻസി ആണ്, വർക്ക് എടുക്കാൻ പറ്റത്തില്ല. എന്ത് പറ്റി? ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഒരു രാഷ്ട്രീയത്തിലും നിൽക്കുന്ന ഒരാളുമല്ല. പക്ഷെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു വർക്കും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നാട്ടിലൊക്കെ ഒരുപാട് വർക്ക് നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ നടക്കുന്നില്ലേ? വ്യക്തമായിട്ട് നോക്കാം. കാരണം സാധാരണ കരാർക്കാർ എന്തെങ്കിലും വർക്കുകൾ ചെയ്യുന്നുണ്ടോ? ശരി, താങ്കൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. എല്ലാവർക്കും അന്യ സംസ്ഥാനത്തുള്ളവർ വന്ന് വർക്ക് ചെയ്തു പോകുന്നു, ഇവിടെ ആരും വർക്കൊന്നും ചെയ്യുന്നില്ല. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ ഈ വിഷയത്തിൽ നമ്മൾ പൊതുവേദി എപ്പോഴും എടുക്കുമ്പോൾ അതാത് വിഷയത്തിൽ നാട്ടിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, പ്രധാനപ്പെട്ട വിഷയങ്ങളുമാണ്, അതൊന്നും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. പക്ഷെ നമുക്ക് എന്തായാലും തൽക്കാലം എടുക്കുന്ന വിഷയത്തിൽ മാത്രം സംസാരിക്കാനേ കഴിയൂ. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മഹേഷാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ മഹേഷ്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമ്മുടെ കേരളത്തിൽ യഥാർത്ഥത്തിൽ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കറണ്ട് ചാർജിന്റെ കാര്യം തന്നെ പറഞ്ഞു. കറണ്ട് ചാർജ് കൊണ്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടി. ഇപ്പൊ എത്രാമത്തെ തവണയാണ് ഇത് കൂട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. സപ്ലൈകോടെ സാധനങ്ങളുടെ വില കൂട്ടി. ഇവിടെ കേരളത്തിൽ ഒരു മനുഷ്യർക്കും ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് പോകാം. മാത്രമല്ല കംപ്ലീറ്റ് അഴിമതിയല്ലേ നടക്കുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ടീകോമിനെ കൊണ്ടുവന്ന് ഇപ്പൊ കൊടുക്കുന്ന കണ്ടില്ലേ. അടുത്ത അഴിമതി ഇപ്പൊ മുൻ പ്രതിപക്ഷം ഈ വിഷയത്തിൽ സംസാരിക്കൂ ശ്രീ മഹേഷ്. അതാ ഞാൻ പറയും. ഇപ്പൊ മൊത്തം ഈ കറണ്ട് ചാർജിന്റെ വർധനവ് കാരണം ജനങ്ങൾക്കാർക്കും തന്നെ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. എല്ലാ സാധനങ്ങൾക്കും തീ പിടിച്ച വില. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. വളരെ നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രേം നവാസ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ പ്രേം നവാസ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുക? നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഇപ്പൊ ഒരു 4 പ്രാവശ്യമായി ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഈ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചത്. പക്ഷെ വർദ്ധിപ്പിക്കുന്നതിന് ഒരു മര്യാദയുണ്ട്. ഇപ്പൊ നമ്മുടെ പൈസ കൊടുത്ത് ഞാനൊരു മീറ്റർ മേടിച്ച് വെച്ചതിന്റെ അതിന്റെ ചാർജ് എടുക്കുന്നുണ്ട്. പിന്നെ ഏതൊക്കെ രീതിയിലുണ്ടോ ആ രീതിയിലെല്ലാം ചാർജുകൾ വർദ്ധിപ്പിച്ച് എടുക്കുന്നുണ്ട്. അതിനുശേഷം സാധാരണക്കാരന്, എന്നെ പോലുള്ള ഒരു സാധാരണക്കാരന് താങ്ങാവുന്നതിന്റെ അപ്പുറത്താണ് ഈ വൈദ്യുതി ചാർജ് വർധനവ്. കാരണം ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനങ്ങൾക്കും ഞങ്ങൾക്ക് അതിൻ്റെതായ മാർക്കറ്റ് വില കിട്ടുന്നില്ല. മറിച്ച് ഞാനൊരു കർഷകനാണ്, കച്ചവടക്കാരനുമാണ്. നമ്മളൊരു കൊല, ഞാനാ ഉണ്ടാക്കുന്ന ഒരു കൊല, ഏത്തക്കൊല കൊണ്ടുപോയി കടയിൽ കൊടുത്താലേ കിട്ടുന്ന 12 രൂപ. പക്ഷേ ആ കടയിൽ നിന്നും അത് വിൽക്കുന്നത് 75-80 രൂപയ്ക്കാണ്. കാരണം അത് അവർക്ക് വൈദ്യുതി ചാർജ് മറ്റു കാര്യങ്ങളെല്ലാം കൂടി കൂട്ടുന്നുണ്ടെങ്കിൽ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. പലപ്പോഴും കർഷകർക്ക് അർഹിക്കുന്ന വില കിട്ടാറില്ല. നമ്മുടെ യൂട്യൂബിൽ നിന്ന് പലരുടെയും പ്രതികരണം വന്നിട്ടുണ്ട്. അക്ഷയ് അശോക് എന്ന് പറയുന്നു, ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല, കാരണം ഇന്ന് എല്ലാവരുടെയും കയ്യിൽ കാശുണ്ട്, സർക്കാരിന് അഭിനന്ദനം അറിയിക്കുന്നതെന്ന് പറഞ്ഞു. പലരും സറ്റയറായിട്ടാണ് ഇത്തരം അഭിപ്രായങ്ങൾ എഴുതുന്നത്. അതിന് മറുപടിയായിട്ടാണെന്ന് തോന്നുന്നു രേഖാ ഓമനക്കുട്ടൻ ശമ്പളം കൂട്ടണം, തൊഴിലവസരം കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
രഘുനന്ദനൻ തിരുവില്ലാമാരം പറയുന്നു, ഏതു നിരക്ക് വർധനയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, പച്ചക്കറിക്കും വില കൂടി കിടക്കുകയാണ് എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷാജി ഭാസ്കരൻ വൈദ്യുതി മീറ്ററിന് വാടക ഈട ഏർപ്പെടുത്തിയത് ആരാണ് എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. തോമസ് മാത്യു പറയുന്നു, ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കേരളത്തിൽ മാത്രമാണ് കാര്യമായ വിലക്കയറ്റം ഇല്ലാത്തത് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ്. ചിലരൊക്കെ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, മലയാളം ഇംഗ്ലീഷിലാക്കി എഴുതിയിരിക്കുന്നുണ്ട്. പലപ്പോഴും ചെറിയ ഇതിലേക്കുമ്പോൾ വായിക്കാനൊക്കെയുള്ള പ്രയാസം കൂടിയുണ്ട്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സാറേ നമസ്കാരം. നമസ്കാരം. പ്രത്യേകിച്ച് നമ്മുടെ കേരളം ഭരിക്കുന്ന രാജാവിന് ഒരു നമസ്കാരം. ഇതൊക്കെ പറയിപ്പിക്കുകയല്ലേ നാട്ടുകാരെ കൊണ്ട്. ഇവിടെ എന്താ ഈ 8 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നു? അഴിമതി എന്ന് പറഞ്ഞാൽ കുത്തഴിഞ്ഞ അഴിമതിയാണ്. ഇപ്പൊ ഭരിക്കുന്നത് ലോക മുതലാളിമാർക്ക് വേണ്ടിയും പൗരപ്രവർത്തകർക്ക് വേണ്ടിയും സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും കുടുംബക്കാർക്കും കുറെ പാർട്ടി നേതാക്കൾക്കും വേണ്ടി മാത്രം അവർ സമ്പാദിക്കുക, അവർ സുഖിച്ചടിച്ച് ജീവിക്കുക. പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പറയും. മറ്റേ ജയകുമാർ തിരുവനന്തപുരത്ത് നിന്നും ചേർന്നു. ശ്രീ ജയകുമാർ, നമുക്ക് സമയം കുറവാണ്, ചുരുക്കി പറയാം. ഇത് പല പ്രാവശ്യമായി, ഒരു പ്രാവശ്യമല്ല, ഇത് പല പ്രാവശ്യമായി. കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന ഒരു സർക്കാരാണ് പിണറായി വിജയൻ. അദ്ദേഹം ഇനി രാജിവെച്ച് പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ ജനം തന്നെ പിടിച്ചിറക്കി പറഞ്ഞു വിട്ടോളും. അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമില്ല. സതീശനും പിടിച്ചിറക്കണ്ട, താനേ ഇറങ്ങിപ്പോക്കോളൂ അയാൾ. ശരി, ഓക്കെ. എന്തായാലും വൈദ്യുതി നിരക്കിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. വൈദ്യുതി നിരക്കിനെ ചിലരെങ്കിലും അതിനെ പരിഹസിച്ചുകൊണ്ട് അങ്ങനെ കൂടട്ടെ, 50 രൂപ വരെ കൂട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരാൾ പോലും അങ്ങനെ ഒരു നിരക്ക് വർധനവ് പലപ്പോഴും വൈദ്യുതി വകുപ്പിനെതിരെ തന്നെ, അല്ലെങ്കിൽ വകുപ്പിനെതിരെയല്ല KSEBിക്കെതിരെ രൂക്ഷമായ വിമർശനം കൂടി ഉന്നയിക്കുന്നു. സാധാരണ മനുഷ്യരുടെയൊക്കെ വൈദ്യുതി ചാർജ് ഒരു മാസം അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വീട്ടിൽ വന്ന് ഫ്യൂസ് ഊരുന്നവർ, ലക്ഷങ്ങളും കോടികളുമൊക്കെ കുടിശ്ശികയുള്ളവരുടെ ഫ്യൂസ് ഊരാൻ തയ്യാറാവുന്നില്ല. വൻകിടക്കാരെ കാണുമ്പോൾ അവർ കവാത്ത് മറക്കുകയാണ് എന്നുള്ള ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. അത്തരം ഗൗരവമുള്ള പല വിഷയങ്ങളുമാണ് പൊതുവേദിയിൽ ചർച്ചയ്ക്ക് വന്നത്. ചിലരുടെയെങ്കിലും പ്രതികരണം മോശപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ മോശപ്പെട്ട ഭാഷയിലായിരുന്നു. അത്തരം പ്രതികരണങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കണം. നമ്മളിങ്ങനൊരു പൊതുവേദി മറ്റ് ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഓപ്പൺ ചെയ്തിരിക്കുന്നത് തന്നെ സാധാരണക്കാരായ മനുഷ്യർ കൂടി പ്രതികരിക്കാൻ അവകാശമുണ്ട്. ഞങ്ങൾ മാധ്യമപ്രവർത്തകർ പറയുന്നത് മാത്രം കേൾക്കാനുള്ളവരല്ല പ്രേക്ഷകർ പറയുന്നത് മറ്റുള്ളവർ കേൾക്കാൻ കൂടിയുള്ള അവസരം ഉണ്ടാവണം എന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. ഇപ്പോൾ അരമണിക്കൂർ എന്നത് മാറ്റി 1 മണിക്കൂറിലേക്ക് ഇത് വർദ്ധിപ്പിച്ചതും. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.